നെഗറ്റീവ് ആണ്, ഭയങ്കര ക്രിഞ്ച് ആവണം. ഫീലിങ്സ് കൂടിപ്പോയി ഗൈസ്. അല്ല വെറുപ്പിച്ച് പോയെന്നല്ല, കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞ കാര്യമില്ല. എന്താണ് ഗൈസ്, പക്ഷേ സാധനം ആക്ച്വലി നല്ല സിനിമ തന്നെയായിരുന്നു. പക്ഷെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സെക്ഷൽ ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. നെഗറ്റീവ് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ട്. കുറേ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഷോ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തായാലും റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ച് വന്നതാണ്. ആ കൃഷ്ണവേഷമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഒരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നത്. ഓപ്പോസിറ്റ് സൈഡിലുള്ളവരെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫാൻസുകാർ ഇറങ്ങുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതുവരെയും കണ്ടതിൽ നന്നായിട്ടുണ്ട്. ഭാഗത്ത് ഭാഗം അടിച്ച് പൊളിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. നെഗറ്റീവ് ആണ്, ഭയങ്കര ക്രിഞ്ച് ആവണം, ഭയങ്കര ക്രിഞ്ചായിരുന്നു. ഫീലിങ്സ് കൂടിപ്പോയി ഗൈസ്. ബാക്കിയെല്ലാം നൈസായിരുന്നു. അല്ല വെറുപ്പിച്ച് പോയെന്നല്ല, കൊച്ചുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറഞ്ഞ കാര്യമില്ല. കൊള്ളായിരുന്നു, കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആക്ച്വലി നല്ല സിനിമയൊക്കെ ആയിരുന്നു. എന്താണ് ഗൈസ്, പക്ഷേ സാധനം ആക്ച്വലി നല്ല സിനിമ തന്നെയായിരുന്നു. പക്ഷെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സെക്ഷൽ ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. ബാക്കിയെല്ലാവരും നല്ലതായിട്ട് പോയി. കൊച്ചുങ്ങൾക്ക് കാണാം. ഒരു ഫാമിലി മെമ്പേഴ്സ് ഇല്ലാതെ നമ്മൾ വരുവാണെങ്കിൽ പിന്നെ പൊളിയായിരിക്കും. 3.5 മണിക്കൂർ കുറച്ച് ടയറിങ് ആയിരുന്നു. 10 എക്സ്പീരിയൻസ് ബട്ട് ഇറ്റ്സ് വെരി ഫൺ. അവരെ കുറിച്ച് അങ്ങനെ ചിന്തിച്ച് ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം ബ്രോ, സെക്കൻഡ് ഹാഫ് കഴിച്ച് ശോകം. പിന്നെ കെട്ടിയിട്ടുള്ള അടിയൊക്കെ പറയാൻ വയ്യ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് വെറുപ്പിക്കലായിരുന്നു. എന്നാലും നമ്മൾ പ്രതീക്ഷ അത്ര ഹൈപ്പില്ല. ഏകദേശം അല്ലു അണ്ണൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ. എന്നാലും പാടാ ബ്രോ, ഇരിക്കാൻ പാടാം. എനിക്കിഷ്ടപ്പെട്ടു. ആ തെലുങ്ക് സിനിമയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കണ്ടിരിക്കാം, അങ്ങനെ നമ്മൾ ബോറടിക്കത്തില്ല. അത് ചുമ്മാ അത് കണ്ടു കഴിഞ്ഞാൽ ആരും ഞാനോട്ടെ സിനിമ നേർന്നിട്ട് ഒരു മനുഷ്യർ എഴുതില്ലല്ലോ. ആൾക്കാരെല്ലാം അവിടെ ഇരിക്കുക. ക്ലൈമാക്സ് പോകാനേ ഉള്ളൂ, പക്ഷേ ബാക്കിയെല്ലാം നന്നായിരിക്കും. അടിയൊക്കെ നല്ല കിടുക്ക് അടി തന്നെ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും പറയുന്ന നെഗറ്റീവ് ഒന്നും ഇല്ല, നല്ല സിനിമയാണ്. ഇല്ല അങ്ങനെയല്ല, കുറച്ച് നമ്മളിപ്പോൾ പുഷ്പ 1 പോലെ അത്ര ഇതല്ല, എന്നാലും എല്ലാവരും പറയുന്ന പോലെ നെഗറ്റീവ് ഒന്നുമില്ല. നല്ല സിനിമയാണ്, 1 ടൈം വാച്ചാണ്, കൊള്ളാം. കുറച്ച് ലെങ്തി ആണ്, ബട്ട് കുഴപ്പമില്ല, നല്ല സിനിമയാണ്. 3 ഹവേഴ്സിനുള്ളതൊന്നുമില്ല. നെഗറ്റീവ് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ട്. സോ അതാ 3.5 മണിക്കൂർ എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായിരുന്നു. അല്ലു അർജുൻ്റെ മൂവിയാണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു. എനിക്ക് വലിയ കുഴപ്പമില്ല സിനിമ. എനിക്ക് 1 ടൈം വാച്ചബിൾ ആയിട്ട് തോന്നി, ഒരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. മൂവി അത്രയ്ക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. 1 ടൈം ആവറേജ് പടമാണ്. കാണാം. നല്ല സിനിമയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. കുറേ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഷോ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തായാലും റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ച് വന്നതാണ്. സിനിമ കൊള്ളാം, നല്ല സൂപ്പർ സിനിമയാണ്. കുറച്ച് നമ്മൾ ഈ ലാസ്റ്റ് ഈ ഫൈറ്റ് സീനൊക്കെ വരുമ്പോഴത്തേക്കും അതിലൊക്കെയാണ് ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ്സ് പറഞ്ഞത്. ഗ്രാവിറ്റിയെ മറന്നിട്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് വളരെ ഓവർ എക്സാജറേറ്റ് ചെയ്തിട്ടൊക്കെ അവർ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നുമില്ല, നമുക്ക് അതൊക്കെ ക്ഷമിച്ചാൽ അതൊക്കെ ഒന്ന് മൈനസായിട്ട് കണ്ടാലും സിനിമ ഓവറോൾ സൂപ്പർ സിനിമയാണ്. സ്റ്റോറി വൈസും എല്ലാ രീതിയിലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ കൃഷ്ണവേഷമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോങ്സ് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഇല്ല നല്ല സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, അടിപൊളി സിനിമ. അതെനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നത്. അവർ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരെ നെഗറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഫാൻസുകാർ ഇറങ്ങുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല കേട്ടോ, സിനിമ കുഴപ്പമില്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു മേക്കിംഗ് നന്നായിട്ടുണ്ട്. ടോട്ടലി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. भाई पुष्पा फिल्म देखा, बहुत अच्छा लगा हमको थोड़ा देखने में. ये जो फिल्म निकला ये अच्छा फिल्म था, हम उसका धन्यवाद करते हैं, शुक्रिया. ये फिल्म झारखंड से रिलीज हुआ है, बिहार आए थे पुष्पा राज, स्वागत है उसका के लिए. झुकेगा नहीं साला पुष्पा, झुकेगा नहीं साला. मूवी अच्छा, बहुत मूवी हमको अच्छा लगा है. 1 नंबर मूवी था. बहुत अच्छा लगा अल्लू अर्जुन का रोल, और अल्लू अर्जुन का मैं बहुत बड़ा फ़ैन भी हूँ. शुरू से लेकर लास्ट तक अच्छा एक्टिंग है. 3 पार्ट भी आएगा, उसका आएगा 3, 4 पार्ट आते रहेगा. 3 पार्ट आना सही है. अच्छा लगा फिल्म देख के, झुकेगा नहीं साला.